ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി, ഇതുവരെ അത് ഇടാൻ പറ്റിയിട്ടില്ല. കുറച്ചധികം വഴുതനങ്ങ കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി കറി വയ്ക്കാമെന്ന്. അത് ഇവിടെ തന്നെ പിടിച്ചതാണ് അത്. അപ്പോൾ ഇന്ന് സാധാരണ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഫ്രൈ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കരുതി അത് കറിയാക്കാം. അതിനുവേണ്ടി 2-3 സവാള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം സവാള ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെന്ന് പറഞ്ഞാൽ മൂത്ത് വരണം, മൂത്ത് കരിഞ്ഞു പോകാതെ നന്നായിട്ട് വേവിച്ചെടുക്കണം, വെന്ത് വരണം, നമ്മൾ തീയലിനൊക്കെ എടുക്കുന്ന പോലെ. എന്നിട്ട് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് കുറച്ച് സമയം എടുക്കും കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യം മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഇളക്കി ഒന്നിച്ചായിരുന്നു കുഴപ്പമൊന്നുമില്ല. പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഈ 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ എടുത്തിരിക്കുന്ന സാധനങ്ങളുടെ അളവ് അനുസരിച്ചാണ് ചെയ്യുന്നത്, അതെല്ലാവർക്കും അറിയാമല്ലോ. അതൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ല നന്നായിട്ട് മൂത്ത് വരണം, കരിയരുത്. ചിക്കൻ്റെ ഒരു ടേസ്റ്റ്, ചിക്കൻ കറിയുടെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് ചിക്കൻ മസാല ചേർക്കാം കേട്ടോ. അതിൻ്റെ പൗഡറോ അല്ലെങ്കിൽ അതിൻ്റെ ക്യൂബോ ചേർക്കാം. അതിനുശേഷം ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല. അതിനുശേഷം നമുക്ക് വഴുതനങ്ങ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഈ വഴുതനങ്ങയിൽ പിടിക്കാനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഉള്ളിലേക്ക് വേണ്ടത് ആദ്യമേ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിന് വേണ്ടി മാത്രം ഇട്ടാൽ മതി. ലാസ്റ്റ് പോരുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇടാമല്ലോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളം എടുത്തിരിക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗ്രേവിക്ക് അനുസരിച്ച് എത്ര വേണോ അതിന് അനുസരിച്ച് ഒഴിക്കാം, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നല്ല തിക്കായിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ഇതിന് വെന്ത് വരുന്നതാണ് ടേസ്റ്റ്. സവാള ആയിരുന്നാലും വഴുതനങ്ങ ആയിരുന്നാലും നന്നായിട്ട് വെന്ത് വരണം. അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കാം. അത് നന്നായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. കുറച്ചുകൂടെ അവിടെ തോന്നുന്നുണ്ട്, അത് കുറച്ച് സമയമായിട്ട് വേവിക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വന്നതിന് ശേഷം അതിൻ്റെ ഇരിക്കുന്നതോറും കട്ടിയാവും കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് വെന്ത് വന്നാൽ കട്ടിയാവും. നന്നായിട്ട് ഇത് ഇളക്കി തിളച്ചതിന് ശേഷം താളിച്ച് ഒഴിച്ച് കൊടുക്കാം. താളിക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറിയ ഉള്ളിയും കൂടെ ഇടുകയാണെങ്കിൽ നല്ലൊരു മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാനിപ്പോൾ അത് ഇട്ടിട്ടില്ല, അതും കൂടെ ഇട്ടാൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളിത് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം വീണ്ടും കാണാം. ഓക്കെ, ബൈ.